നമസ്കാരം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,457, 24,500 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് നടത്തിയിരിക്കുകയാണ്. ഒരു ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വലിയൊരു ഫാളിലേക്ക് സാധ്യതയുണ്ടോ, അതോ തിരിച്ചു കയറാനായിട്ടൊരു സാധ്യതയുണ്ടോ, നമുക്ക് നോക്കാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അതിന് മുൻപ് തന്നെ നമുക്ക് നിഫ്റ്റിനെ കുറിച്ചൊന്ന് റിവ്യൂ ചെയ്യാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത്, നമുക്ക് എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യേണ്ടിയിരുന്നത്, ട്രേഡ് ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന നമ്മുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്കാണ് നോക്കുന്നത്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഒരു ഇൻട്രാഡേ ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നമുക്ക് നോക്കാം. അതായത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് നമ്മുടെ 25,540 ആ സപ്പോർട്ട് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് 24,540 ഒരു മുകളിലാണെങ്കിൽ, ഓപ്പണിംഗ് ക്യാൻഡലിൻ്റെ ഒരു മുകളിലാണ് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചത്. അതായത് നിഫ്റ്റി 24,540 മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക മാർക്കറ്റ് ബൈയിലേക്കുള്ള ഒരു സാധ്യതയാണ്. അടുത്ത റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരിക്കുന്നത് 24,635, 672, ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെയും മുകളിലേക്ക് പോയി. പക്ഷേ ഇതിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ വീക്ക്നെസ് ആയിരുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഒരു ഹയർ ലെവലാണ് നിൽക്കുന്നതെങ്കിൽ തൊട്ടടുത്ത രണ്ട് സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയുടെ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അതിനുശേഷം ഇവിടുന്ന ഒരു സെൽ ആക്റ്റീവ് ആയിരുന്നു. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന 24,540 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട്, അവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് നോക്കുക. ലൈൻ ഡ്രോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് ആ സപ്പോർട്ടിൻ്റെ ഒരു വർക്കിംഗ് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. അതിനുശേഷം ലാസ്റ്റ് ഒരു സെക്ഷനിലായാലും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിറ്റുവേഷൻ ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അവസാനത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അതിന് താഴെ ക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അവസാനത്തെ ഒരു സെക്ഷനിൽ സംഭവിച്ചു നോക്കുക. അവസാനത്തെ ഒരു സെക്ഷനിൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. ഒരു സപ്പോർട്ട് നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തു. അപ്പോൾ നിഫ്റ്റി അതിൻ്റെ ഒരു താഴത്തേക്ക് ഒരു ക്ലോസ് ചെയ്തതിന് ശേഷം വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും നിഫ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഇന്ന് നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് എന്താണ് അവസാനത്തെ ഒരു സെക്ഷനിൽ സംഭവിച്ചത് അതിനനുസരിച്ച് നമുക്കത് മാനേജ് ചെയ്യാം. അവസാനത്തെ ഒരു സെക്ഷനിൽ സംഭവിച്ചു നോക്കാം. അവസാനത്തെ ഒരു സെക്ഷനിൽ മാർക്കറ്റിൽ സെല്ലേഴ്സ് ആണ് മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരുന്നത്. സെല്ലേഴ്സ് മാർക്കറ്റിൽ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, നമ്മുടെ ഒരു സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ നിഫ്റ്റിയിലെ ഈ ഒരു റേഞ്ച് വരെ സെല്ലേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. ഈ ഒരു റേഞ്ച് വരെ സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നിഫ്റ്റി ഇൻ കേസ് ഒരു ബൗൺസ് ചെയ്താലും ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ബൗൺസ് ചെയ്താലും ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് കുറച്ച് താഴെയാണ്. 24,400 സപ്പോർട്ട് നൽകിയത്. ഇത് വിട്ടാൽ കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ഇവിടെയാണ്. പക്ഷേ നിഫ്റ്റിയുടെ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളായാലും ഈ റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ വീണ്ടും ഓപ്പണിങ്ങിൽ ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയിലേക്ക് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഡിസൈൻ ചെയ്യുന്നത്. വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്ക് മാനേജ് ചെയ്യേണ്ട റൈറ്റ് സപ്പോർട്ട്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്ക് ഇൻട്രാഡേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഡ്രോ ചെയ്തിരിക്കുന്നത്. 5 മിനിറ്റ് ആണ് ടൈം ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത്. 540 തന്നെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു മുകളിലൊന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഒരു ബൗൺസിന് സാധ്യത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മുകളിൽ ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ താഴത്തേക്ക് വന്ന വീക്ക്നെസ് തന്നെയാണ് സാധ്യത കാണുന്നത്. നമുക്ക് മെയിൻ സപ്പോർട്ടായിട്ട് ഇത് തന്നെയാണ്, 540 തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസത്തിലായാലും നമ്മൾ ബൈയിലേക്ക് നിലനിൽക്കണമെങ്കിൽ എക്സാക്റ്റ് സപ്പോർട്ട് നമ്മൾ ഈ ഒരു ലെവൽ തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സപ്പോർട്ട് തന്നെയാണ്, ഈ ഒരു റേഞ്ച് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും 635 റെസിസ്റ്റൻസ് ആയിരിക്കും. 618 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഷോർട്ട് സെല്ല്. 635, 24, 635 പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റി ആയാലും ഇനി ക്ലോസിങ് അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലോസ് ചെയ്താൽ 635 മുകളിലേക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കിട്ടിയാൽ നിഫ്റ്റിക്ക് ഒരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത റെസിസ്റ്റൻസ് 730, 800 അടുത്തേക്ക് ക്ലോസിംഗ് ലെവലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇൻട്രാഡേ ലെവൽ ലെവൽസ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ലോങ് ടൈം വ്യൂവിൽ സ്റ്റിൽ വീക്ക്നെസ് ആണ്. നിഫ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു നൽകിയിരുന്നു. സ്റ്റിൽ വീക്ക്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം, ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിൻ്റെ
ഈ ഒരു ലെവല് പ്രത്യേകം മാനേജ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു സപ്പോർട്ട് ലെവലുകളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുക. ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു മൊമെൻറ്റം കിട്ടുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. മൊമെൻറ്റം റെസിസ്റ്റൻസ് ഇത് തന്നെയാണ് മൊമെൻറ്റം റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കാണുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ 24,365 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. 24,365 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് 24,345. ഇതിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ്. താഴെ മാർക്കറ്റിലൊരു പ്രോഫിറ്റ് വെക്കുന്ന ഒരു സാധ്യതയാണ് കൂടുതൽ. പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റി 24,635 618 എന്ന് പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. ഈ രണ്ട് റെസിസ്റ്റൻസും ഇൻ കേസ് ഹയർ ലെവലാണെങ്കിൽ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസും നിലനിൽക്കുന്നതനുസരിച്ച് ഉള്ളൊരു ബൗൺസ് നിഫ്റ്റിയിൽ കിട്ടും. 24,733 ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. നിഫ്റ്റിയിലായാലും ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. പറയുന്ന ഒരു പ്ലാനുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഇതിൻ്റെ ഒരു മുകളിലാണ്. നമ്മൾ ഒരുപാട് മാർക്കറ്റിനെ ഒരു അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓപ്പണിംഗ് സെന്റിമെന്റിലും ഓപ്പണിംഗിലെ സപ്പോർട്ടോ റെസിസ്റ്റൻസുകളോ ഒക്കെ നൽകുന്നത്. നമുക്ക് 24,540 മുകളിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് നിഫ്റ്റി ആ ഒരു ബൈയിലേക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലെ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്